Good morning, sir. Yes, good morning, MC. Good morning, sir. Vidya, good morning. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞോ? ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ തീർന്നോ? കഴിഞ്ഞു സാർ, ഇനി ന്യൂ ഇയറും കൂടെ ഉള്ളൂ. ഓ, ഇനി ന്യൂ ഇയർ കൂടെ ഉള്ളൂ അല്ലേ? യു ആർ വെയിറ്റിംഗ് ഫോർ 1 day അല്ലേ? യെസ്. ക്രിസ്മസ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയോ? ടൂർ പോയോ? സാർ ഇല്ല. ഒരു മിനിറ്റ്. യെസ്, പറയൂ ആൻസി. എങ്ങും പോയില്ല? സാർ എങ്ങും പോയില്ല സാർ. കുഞ്ഞിന് വയ്യാതെ 2-3 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെയും ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എനിക്ക്. റസീന, യെസ് സർ. വെക്കേഷൻ ആയിട്ട് എങ്ങും പോയില്ലേ പിള്ളേരൊക്കെ ആയിട്ട്? എന്താണ് കേട്ടില്ല? വെക്കേഷനൊക്കെ ആയിട്ട് പിള്ളേരുമായിട്ട് എങ്ങും പോയില്ലേ? പിള്ളേരുമായിട്ട് എനിക്ക് കുഞ്ഞു കുട്ടിയല്ലേ, 4 മാസമായ കുട്ടിയാണ്, അപ്പൊ എങ്ങും പോയില്ല. യെസ്, വെരി ഗുഡ്. വീട്ടിൽ തന്നെ. സ്വസ്ഥം പറയണം അല്ലേ? അതന്നെ. നോ പ്രോബ്ലം. വിദ്യ, യെസ് സർ. എങ്ങനെയുണ്ടായിരുന്നു? സർ വെക്കേഷൻ ആയിട്ട് എവിടെയും പോയില്ല. കുട്ടികൾക്ക് എക്സാം നടക്കുന്നു. എക്സാം കഴിഞ്ഞില്ലേ? അത് ഇവര് CBSE ആണ്, കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഓ യെസ് യെസ്. അപ്പൊ അവർക്ക് വേറെ ഡേറ്റ് ആയിരുന്നു അല്ലേ? അതെ, വേറെ ഡേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ കഴിഞ്ഞു, പക്ഷെ ഇവർക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നും ഇന്നലെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം ആണ്, അതുകൊണ്ട് എവിടെയും പോയില്ല. വീട്ടിൽ പോയി, വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകുന്നു. ഓക്കെ 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 ഓക്കെ. നിർമ്മിത, ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. എങ്ങും പോയില്ലേ? ഞാന് വീട്ടിലുണ്ടായിരുന്നു കുറച്ച് ദിവസം. സ്വന്തം വീട്ടില്? അതെ അതെ, സ്വന്തം വീട്ടിൽ പോയി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം. യെസ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അവിടെ പറഞ്ഞില്ലേ? പറഞ്ഞു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സർ പറഞ്ഞോളൂ. എന്താ നിർമ്മിത? ഒന്നുമില്ല, സാർക്ക് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. അല്ലൂസെ, മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? വെരി ഗുഡ്. എന്തൊക്കെയുണ്ട് അല്ലൂസ വിശേഷം? സുഖം. എന്തായിരുന്നു വെക്കേഷൻ സമയത്തുള്ള പരിപാടി? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്ന് മറ്റേ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് കയറിയതാണ്. ടീച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നത്. നാളെയും നമുക്ക് എടുക്കാം. വെള്ളിയാഴ്ച ചിലപ്പോൾ ടീച്ചറിന് വിചാരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സാർ പ്രയർ ഒന്നുമില്ലേ സാർ? അയ്യോ, സോറി 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 സോറി, ഓർമ്മിപ്പിച്ചതിന് നന്ദി ആൻസി. ഹൂ ഈസ് ഡൂയിങ് പ്രയർ? ഞാനാണ് സർ. യെസ്, പറഞ്ഞോളൂ റസീന. Oh God, bless us, enlighten our mind, strengthen our memory, and direct our will towards what is right. Grant us to seek truth, always make us truly wise. Yes, very good, very good, very good. Then, thought of the day? Good morning, sir. Yes, good morning, Anjali.
സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. യെസ്, കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്, അല്ലെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Then signing on. സർ, അത് ഞാൻ തന്നെ. Yes, okay. Do it. The ant and the grasshopper. Once upon a time, in a sunny field, there was an ant and a grasshopper. He knew he had to work hard to get ready for the cold days coming. But the grasshopper was not like that. He liked singing and dancing all the time without thinking about tomorrow or storing food. The ant continued to gather food while the grasshopper kept singing and playing. When winter came, the field became icy and cold. The ant had lots of food stored in his cozy home, but the grasshopper had nothing to eat. He went to the ant's house and asked for food. The ant shared his food with the grasshopper, but he was reminded to work hard and prepare for the future from them on. The grasshopper learned his lesson. He worked with the ant, helping to gather food for the winter. Together, they lived happily ever after. The moral of the story is hard work and preparation are important for the facing future challenge. Thank you. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കഥയുടെ റൂട്ട് കണ്ടപ്പോ വിചാരിച്ച ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഞാൻ വിചാരിച്ചത് ആണ്ട് ഗ്രാസ് ഹോപ്പറെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നീ ഇത് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന് പറയുമെന്നാണ് ഞാൻ കഥയുടെ റൂട്ട് കേട്ടപ്പോ വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് ട്വിസ്റ്റ് വന്നു. യെസ്, എപ്പോഴും അങ്ങനെയായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിലോട്ട് വരരുത്. അവിടെ നിന്ന് ഒരു ട്വിസ്റ്റ് വരുമ്പോ കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പോ ഒരിക്കൽ കൂടി ഐഷ, ശ്രുതി, ധന്യ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് വെക്കേഷന്റെ ഹാങ് ഓവറിൽ നിന്ന് നമ്മുടെ സഹപ്രവർത്തകർ മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് ശുഷ്കമായി അനുസരിക്കുക അല്ലേ? അല്ലൂസേ 10 പേരുള്ളൂ. യെസ് യെസ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തരും 3 പേർക്ക് തുല്യവും. അപ്പൊ 10 × 3 30 പേരുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി. യെസ്, ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ എന്താണ് 3 പേർക്ക് തുല്യമായിട്ട് കണക്കാക്കിയത്? ഞങ്ങളുടെ 5 പേർക്കെങ്കിലും തുല്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, 5 × 5. സോ വി കം ടു ദ പോയിന്റ് ദാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് പാർട്ടിസിപ്പിൾ? പാർട്ടിസിപ്പിൾ ഈസ് എ ഫോം ഓഫ് എ വെർബ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ഓർ വിത്ത് ആൻ ഓക്സിലറി വെർബ്. അതാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു പാർട്ടിസിപ്പിളിനെ 2ആയിട്ട് വിഭജിക്കാം. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് പിന്നീട് പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചു. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്തു. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു വെർബിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വേർഡിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് പറഞ്ഞു. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം, ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അത് ഒരെണ്ണം പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അത് ഒരു വെർബായിട്ടും ഉപയോഗിക്കണം. അപ്പോ നമ്മൾ 2 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ്, അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING ആണ്. ഈ 2 ടെൻസുകളിലുമാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആം ഐ റൈറ്റ്? ഓക്കെ, വലിയ. അപ്പൊ ഇതോടുകൂടി പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞില്ലേ, ഇതിനെ 2ആയിട്ട് വിഭജിക്കാം. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുന്നു പറഞ്ഞില്ലേ. ഇനി നമ്മൾ ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുക്കും. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ആ ലെസണില് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ എടുക്കുകയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ അങ്ങോട്ട് നമ്മൾ കടക്കുമ്പോൾ അതിന് മുമ്പ് കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം.
ഏതൊരു വെർബ് എടുത്തു കഴിഞ്ഞാലും അതിന് 3 സാർ പറഞ്ഞോളൂ. സാർ അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും പഠിപ്പിച്ചു. ഓക്കെ. അത് പ്രസന്റ് പാർട്ടിസിപ്പിളിൽ വരുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും. ഓക്കെ. കാരണം ING ഫോം ഉപയോഗിക്കുന്നത് ഈ 2 ടെൻസുകളിലാണ്. ഏത് ടെൻസുകളിൽ? പ്രസന്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിളെ കുറിച്ചാണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറയുന്നു. ഏതൊരു വെർബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് 3 ടെൻസ് പറയും. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ വേറൊരു പേരും കൂടി പറയും, അതായത് V1, V2, V3. വെർബിന്റെ ബേസ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. യെസ്. അപ്പൊ ഏത് വെർബ് എടുത്തു കഴിഞ്ഞാലും ആ വെർബിന് 3 ടെൻസ് ഉണ്ടാവും. ഗോ എന്നാണെങ്കിൽ ഗോ പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ ആണ്. ടേക്ക്, ടുക്ക്, ടേക്കൻ. റീഡ് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് റെഡ് എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും റെഡ് എന്നാണ്. സ്പെല്ലിംഗ് പക്ഷെ സെയിം ആണ്, വായിക്കുമ്പോൾ റെഡ് എന്ന് പറയണം എന്ന് മാത്രം. യെസ്. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് വെർബ് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും 3 ടെൻസ് നമുക്ക് പറയാൻ പറ്റും. യെസ്. ഇതിൽ മൂന്നാമത് വരുന്ന ടെൻസിനെ പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പോ ആൻസി, ഒരു പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുന്ന ഒരു വെർബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇഷ്ടമുള്ള വെർബ്? അയ്യോ സാറ് ഒന്നും കൂടെ പറയൂ. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബ് പറയാ, അതിന് പ്രസന്റും പറയണം, പാസ്റ്റും പറയണം, പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയണം. അയ്യോ സാറ് അങ്ങനെയൊക്കെ ചോദിച്ചാ സാറേ ആരെങ്കിലും ഒരാളെ കൊണ്ട് പറയിപ്പിക്കും, എന്നാലും എനിക്ക് മനസ്സിലാകുള്ളൂ എന്താണെന്നുള്ളത്. യെസ്. ഓക്കെ. റസീന, ഞാനോ? ഞാനോ? എന്നോടോ? യെസ്. ഒരു വെർബ് പറയാ. നമ്മ പച്ചക്കറിയൊക്കെ മുറിക്കില്ലേ, അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ? കട്ട് അല്ലേ? കട്ട്, മുറിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? പാസ്റ്റ് ടെൻസും കട്ട് തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും കട്ട് തന്നെ. അപ്പൊ കട്ട്, കട്ട്, കട്ട്. കറക്റ്റ് ആയില്ലേ? അതുപോലെ നമ്മൾ വേറെ ഉണ്ടോ? ഇപ്പൊ എന്നെ നോക്കിയല്ലേ? നോക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സിയുടെ പാസ്റ്റ് ടെൻസ് സീ അല്ല. സീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അതായത് പാസ്റ്റ് ടെൻസ് അല്ല. സി സോ ആണ്. SAW. സോ. പിന്നെ മൂന്നാമത് വരാം. ഒറ്റ മിനിറ്റ് നിർമ്മിത. സി സോ സീ കേട്ടാ. പറഞ്ഞു. കം, കേം, കം. കറക്റ്റ്, വെരി ഗുഡ്. ഈറ്റ്, ഏറ്റ്, ഈട്ടൻ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. കറക്റ്റ് ആണ്. ഡ്രിങ്ക്, പിന്നെ ഡ്രാങ്ക്, ഡ്രങ്ക്. വെരി ഗുഡ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. നിർമ്മിത. DRINK ഡ്രിങ്ക്. DRANK ഡ്രങ്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ DRUNK. കറക്റ്റ് ആണ്. പിന്നെ റീഡ്, റീഡ് അല്ലേ സർ? സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ വായിക്കുന്ന റെഡ് എന്ന് പറയണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ റെഡ് എന്ന് പറയണം. ശരി. ഇനി റൈറ്റ്, റോട്ട്, റിട്ടൺ. കറക്റ്റ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. യെസ്. സ്പീക്ക്, പിന്നെ സ്പോക്ക്, പിന്നെ സ്പോക്കൻ. യെസ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ. സ്പോക്കൻ ഇംഗ്ലീഷ് അവിടെ നിന്ന് വരുന്ന വേടാണ്. യെസ്. പിന്നെ ടേക്ക്, ടുക്ക്, ടേക്കൻ. ഓക്കെ. ടേക്ക്, ടുക്ക്, ടേക്കൻ. അല്ലൂസ് എന്താ പറഞ്ഞത്? ഡു, ഡിഡ്, ഡൺ.
ഡു, ഡിഡ്, ഡൺ. കറക്റ്റ് ആണ്. യെസ്, അപ്പൊ പിടികിട്ടിയല്ലോ. പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പിടികിട്ടിയല്ലോ. ഇനി നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുതിയൊരു വാക്ക് പഠിക്കുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് പഠിച്ചിരിക്കും. അപ്പൊ ഗോ നമ്മൾ ഡിക്ഷണറി മറിച്ച് നോക്കി, അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടി, ഗോ, പോവുക. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോ. അതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് വരുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതാണ്. യെസ്, അപ്പൊ ഏതൊരു വേർഡ് നമ്മൾ വെർബ് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നോക്കാം. നേരത്തെ റസീന പറഞ്ഞു CUT കട്ട്, അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, കട്ട് തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും അതും കട്ട് തന്നെ. അപ്പൊ ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയായിരിക്കും. ഇനി ഞാൻ വേറൊരു വേർഡ് പറയും, ലുക്ക്, പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ലുക്ഡ്, LOOKED. പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതും ലുക്ഡ് തന്നെയാണ്, LOOKED. അപ്പൊ ഇതിവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയാണ്. ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. മനസ്സിലായില്ലേ? ലൈക്ക്, ഇഷ്ടപ്പെടുക, പാസ്റ്റ് ടെൻസ് ലൈക്ഡ്, LIKED. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൈക്ക് തന്നെയാണ്. അപ്പൊ ചില വാക്കുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് വേർഡായിരിക്കും. ചിലതിന് മൂന്നും ഒന്നായിരിക്കും. കട്ട് നമ്മൾ പറഞ്ഞില്ലേ. ചിലതിന് പ്രസന്റ് ടെൻസ് ഒരുപോലെയും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വേറെ ഒരുപോലെയുമായിരിക്കും. അങ്ങനെയും ആകും. യെസ്, അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ച് വായിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കാനേ പറ്റുള്ളൂ. യെസ്, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെഡിങ് കൊടുക്കുക. ഒരു സൈഡിൽ പ്രസന്റ്, അപ്പുറത്തെ സൈഡിൽ പാസ്റ്റ്, അപ്പുറത്തെ സൈഡിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു ഹെഡിങ് കൊടുക്കും, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു ഹെഡിങ് കൊടുക്കും. നേരത്തെ നമുക്ക് കൊടുത്തതാണ്. ഒന്നുകൂടി നമുക്ക് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് പറയുന്നത് മാത്രം. യെസ്, ആ പ്രസന്റിന്റെ അടിയിൽ എഴുതുക റൈറ്റ്, WRITE, റൈറ്റ്. പാസ്റ്റ് ടെൻസ് എഴുതുക റോട്ട്, WROTE, റോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക റിട്ടൺ, WRITTEN. യെസ്, മനസ്സിലായല്ലോ. ഇനി ഞാൻ മൂന്നെണ്ണങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. റൈറ്റ്, റോട്ട്, റിട്ടൺ. അടുത്തത് ബ്രേക്ക്, BREAK, ബ്രേക്ക്. ബ്രേക്ക് പൊട്ടുക എന്ന് പറയില്ലേ, അതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്ക്, BROKE, ബ്രോക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രോക്ക്. സർ ഒന്നുകൂടി പറയാം സർ, ഞാൻ കട്ടായി പോയി. ഓക്കെ, നോ പ്രോബ്ലം. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. യെസ്, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. യെസ്, അടുത്തത് ലൂസ്, LOSE, ലൂസ്. അതിന്റെ പാസ്റ്റ് ലോസ്റ്റ്, LOST. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലോസ്റ്റ് തന്നെയാണ്, ലോസ്റ്റ്. യെസ്, കൺഫ്യൂസ്, CONFUSE, കൺഫ്യൂസ്. എന്ത് സർ പറഞ്ഞേ? കൺഫ്യൂസ്, കൺഫ്യൂസ്, CONFUSE, കൺഫ്യൂസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കൺഫ്യൂസ്ഡ്. ഒരു ഡി കൂടി ചേർത്താൽ മതി, കൺഫ്യൂസ്ഡ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കൺഫ്യൂസ്ഡ് തന്നെയാണ്, കൺഫ്യൂസ്ഡ്. ഒരു കാര്യം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, പാസ്റ്റ് ടെൻസ് EDയിൽ അവസാനിക്കുന്ന എല്ലാ വേർഡും പാസ്റ്റ് പാർട്ടിസിപ്പിളും ED അവസാനിക്കുന്ന തന്നെയായിരിക്കും കേട്ടോ. അടുത്തത് സ്റ്റീൽ, STEAL, സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാത്തതാണ്, സ്റ്റീൽ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റോൾ, STOLE, സ്റ്റോൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്റ്റോളൻ, STOLEN, സ്റ്റോളൻ. യെസ്, അടുത്തത്
ബേക്ക്, BAKE, ബേക്ക്. ബേക്ക് എന്ന് പറഞ്ഞാൽ ആവിയിൽ ഈ ചൂടിൽ വേവിക്കുന്നതിനാണ് ബേക്ക് ചെയ്യുക. ബേക്ക്, കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാനല്ല വേണ്ടത്, ബേക്ക്. അതിന്റെ പാസൻസ് ആണ് ബേക്ക്, BAKED, ബേക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ബേക്കിൽ തന്നെയാണ്, BAKED. അടുത്തത് ഗിവ്, GIVE, ഗിവ്. പാസ്റ്റൻസ് ഗേവ്, GAVE, ഗേവ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗിവൺ, GIVEN, ഗിവൺ. അടുത്ത് ബോയിൽ, BOIL, ബോയിൽ, തിളക്കുക. പാസ്റ്റൻസ് ബോയിൽഡ്, BOILED. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും, കാരണം ED വെച്ച് വരുന്നത് അത് തന്നെ സെയിം ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ബോയിൽ. അടുത്തത് ഡെവലപ്പ്, DEVELOP, ഡെവലപ്പ്. ഇതിന് വികസിക്കുക എന്നാണ്. അതിന്റെ പാസ്റ്റൻസ് ഡെവലപ്ഡ്, ഒരു ED കൂടി ചേർത്താൽ മതി, ഡെവലപ്ഡ്, ഡെവലപ്ഡ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരു ED ചേർക്കാം. അടുത്ത ബോർ, BORE, ബോർ. ബോറിന് വിരസത ഉളവാക്കുക, ബോർ. അതിന്റെ പാസ്റ്റൻസ് ആണ് ബോർഡ്, BORED. പാസ്റ്റ് പാർട്ടിസിപ്പിളും BORED തന്നെയാണ്. അടുത്ത വേർഡ് റിലാക്സ്, RELAX, റിലാക്സ്ഡ്. പാസ്റ്റൻസ് ED ഒന്ന് ചേർത്താൽ മതി. പാസ്റ്റ് പാർട്ടിസിപ്പിളും റിലാക്സ്ഡ് തന്നെ. അടുത്തത് എക്സൈറ്റ്, EXCITE, എക്സൈറ്റ്. അതിന്റെ പാസ്റ്റൻസ് എക്സൈറ്റഡ്, EXCITED, എക്സൈറ്റഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും എക്സൈറ്റഡ് തന്നെ. ഓക്കെ, ഫ്രീ കിട്ടിയില്ലേ? യെസ്. അപ്പോ ഇതിന്റെ കയ്യിൽ കുറച്ച് സ്ഥലം കൂടെ വിട്ടോ, കാരണം നമുക്കിനി ആവശ്യമായിട്ട് വരുന്ന സംഗതികളൊക്കെ അതിന്റെ അടിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. കുറച്ച് സ്ഥലം കൂടി താഴേക്ക് ഇറക്കിയിട്ട് നമുക്കൊരു വാചകം എഴുതാം. യെസ്, നോക്കി എഴുതിക്കോ. രാമൻ ഈസ് എ ഗുഡ് മാൻ. രാമൻ ഈസ് എ ഗുഡ് മാൻ. ഓക്കെ, ഞാൻ ഇവിടെ വാചകം വെച്ചിട്ടുണ്ട്, രാമൻ ഈസ് എ ഗുഡ് മാൻ. വിദ്യ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള വാചകം തന്നെയാണ്, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഓരോന്നും നൗൺ ഏതാണ്, വെർബ് ഏതാണ് എന്നൊക്കെ ഒന്ന് തിരിച്ചു പറയാൻ പറ്റുമോ നോക്കി. രാമൻ നൗൺ ആണ് സർ. രാമൻ നൗൺ ആണ്. ഒപ്പം പോട്ടെ വിദ്യ, കാരണം കറക്റ്റ് ആണ് വിദ്യ പറഞ്ഞത്. കാരണം രാമൻ എന്ന് പറയുമ്പോൾ ഒരു പേരാണ് അല്ലേ, അപ്പൊ അത് നമുക്ക് നൗൺ എന്ന് പറയാം. ശരിയാണ്, ഇല്ല? ഗുഡ് മാൻ എന്ന് പറയുന്നത് പ്രോനൗൺ അല്ലേ സർ? അപ്പൊ പ്രോനൗൺ അല്ല, അപ്പൊ ഗുഡ് എവിടെ നിൽക്കട്ടെ? അടുത്ത പറഞ്ഞു മാൻ. മാന് നൗൺ അല്ലേ? മാൻ എന്ന് പറഞ്ഞാൽ നൗണാണ്, അത് നൗണാണ്. ഓക്കെ, അത് നൗണാണ്, ഇല്ലേ? നല്ല മനുഷ്യൻ. അപ്പൊ നല്ലതെന്ന് പറയുമ്പോ വെർബ് ആവില്ലല്ലോ സർ, ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആവൂല. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ച് വെച്ചോട്ടെ. നമ്മൾ പറയുന്ന ലാസ്റ്റ് പറയുന്ന ആൻസറും വിദ്യ പറയുന്ന ആൻസറും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആൻസർ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്,
എനിക്കറിയില്ല. ഓക്കെ, അറിയില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അല്ലൂസേ രണ്ടെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാമൻ എന്ന് പറഞ്ഞാൽ നൗണാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാൻ എന്ന് പറഞ്ഞാൽ നൗണാണ്. ബാക്കി ഈസ് ഉണ്ട്, എ ഉണ്ട്, ഗുഡ് ഉണ്ട്. പറയാൻ പറ്റുമോ അല്ലൂസേ? ഓക്കെ, അപ്പൊ ഞാനിത് അങ്ങനെ ഓപ്പൺ ആയിട്ട് വിടാം. ആർക്കും പറയാം. സർ ഈസ് ആർട്ടിക്കിൾ അല്ലേ? ഈസ് ആർട്ടിക്കിൾ. അവിടെ ചെറിയൊരു മിസ്സിങ് പറ്റിയിട്ടുണ്ട്. A അല്ലേ സർ ആർട്ടിക്കിൾ? എ ആണ് ആർട്ടിക്കിൾ കേട്ടോ. ഈസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അതൊരു വെർബാണ്, ആകുന്നു. അയ്യോ, ഞാൻ എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞു സാറേ. വെരി ഗുഡ്. യെസ്, ആകുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബാക്കി അവശേഷിച്ചിരിക്കുന്നത് ഗുഡാണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. വെരി ഗുഡ്. അത് അഡ്ജക്റ്റീവ് ആണ്. സാർ ഞാൻ എല്ലാം കറക്റ്റ് ആണ് എഴുതിയത്, വെർബ് മാത്രമേ വെട്ടിയിട്ട് ഒന്നും കൂടെ ആർട്ടിക്കിൾ എന്ന് എഴുതി വെച്ചു. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും ഇനി ഞാൻ പറയാൻ പോകുന്നതും കറക്റ്റ് ആണോ നോക്കാം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. രാമൻ എന്ന് പറയുമ്പോൾ അതൊരു പേരാണ്, അപ്പൊ അത് നമുക്കൊരു നൗൺ എന്ന് പറയാം. ലാസ്റ്റത്തെ വേർഡ് മാൻ, മനുഷ്യൻ, അത് ഒരു പേരല്ലേ? ഒരു മനുഷ്യൻ, സ്ത്രീ, മനുഷ്യൻ, പുത്രൻ, പുത്രി, അതൊരു പേരല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? അതും ഒരു നൗണാണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ടൈപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എ ആൻഡ് ദി, 3 എണ്ണമാണ് ആർട്ടിക്കിൾ. അപ്പൊ അതിൽ എ എന്നുള്ളത് എന്താണ്? ആർട്ടിക്കിളിൽ വിഭാജ്യപ്പെടും, ആർട്ടിക്കിൾ. പിന്നെ വന്നിരിക്കുന്നത് ഈസ് ആണ്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർബാണ്. വെർബിന് എപ്പോഴും ഒരു പ്രത്യേകത ഉള്ളത്, അതിനെപ്പോഴും നമുക്കൊരു 3 കാലങ്ങൾ പറയാൻ പറ്റും. അപ്പൊ അവിടെ ഓടുക എന്നായിരുന്നെങ്കിൽ ഓടി, ഓടും. ചാടുക വെർബാണെങ്കിൽ ചാടി, ചാടും. നടക്കുക, നടന്നു, നടക്കും. വിശ്രമിക്കുക, വിശ്രമിച്ചു, വിശ്രമിക്കും. പഠിപ്പിക്കുക, പഠിപ്പിച്ചു, പഠിപ്പിക്കും. അല്ല, ഇങ്ങനെ പറയാൻ പറ്റും. അതുപോലെ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു. അതിന് നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോയത്, വരാൻ പോകുന്നത്. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഈസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു വെർബാണ്. യെസ്. അപ്പൊ ഇനി ഇവിടെ അവശേഷിച്ചിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡാണ്. ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നല്ലത് എന്നർത്ഥമല്ലേ? ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. യെസ്. ഈ ഗുഡ് എന്ന് പറയുന്ന വേർഡ് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? മനുഷ്യനെയാണ്, അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗൺ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാമം എന്ന് പറയും. നാമത്തെ വിശേഷിപ്പിക്കുമ്പോൾ നാമവിശേഷണം എന്ന് പറയും. അതുപോലെ ഇതിനെ പറയുന്ന പേരാണ്, നേരത്തെ 5 പറഞ്ഞ കറക്റ്റ് ആണ്, ഇറ്റ് ഈസ് കോൾഡ് അഡ്ജക്റ്റീവ്. ഇത് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുമസിന്റെ കേക്കിലും, ക്രിസ്തുമസിന്റെ വൈനിലും, ക്രിസ്തുമസിന്റെ നോൺ വെജിറ്റേറിയൻ ഫുഡിലും അതൊക്കെ ഒന്ന് മുങ്ങിപ്പോയതാണ്. യെസ്. അതിനൊന്ന് പൊക്കിയെടുത്ത് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പഴയ താളുകളിൽ എവിടെയോ ഇതേ വാചകം നമുക്ക് കാണാൻ പറ്റും. യെസ്, ഓട്ടെ. അപ്പൊ നമുക്ക് ഇനി വിഷയത്തോട്ട് വീണ്ടും വരാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഈ ഗുഡ് എന്ന് പറയുന്ന വേർഡ് എന്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് പറയാം, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളെയും, മറക്കരുത്, ഒരു നൗണിനെയാണ്, ആ ഒരു നൗണിനെ, ഒരു പേരിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളെയും നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം ഐഷ ഈസ് എ റിച്ച് ലേഡി. ഐഷ വളരെ പണക്കാരിയായ ഒരു സ്ത്രീയാണ്. അപ്പൊ നോക്കി, ആ റിച്ച് എന്ന് പറയുന്ന വേർഡ് ഐഷ എന്ന് പറയുന്ന ആ ലേഡിയെ വിശേഷിപ്പിക്കണം, അല്ലെ? പേര് വിശേഷിപ്പിക്കല്ലേ? അപ്പൊ റിച്ച് എന്ന് പറയുന്ന വേർഡ് എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. ശ്രുതി ഈസ് എ ഇന്റലിജന്റ് ഗേൾ എന്ന് പറയുന്നത്. യെസ്. നോക്കി, അപ്പൊ ശ്രുതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഇന്റലിജന്റ്, ബുദ്ധിയുള്ള. അപ്പൊ ആ ബുദ്ധിയുള്ള എന്ന് പറയുന്ന വേർഡ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലങ്ങോട്ട് ഫീഡ് ചെയ്യുക.
ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിടി കിട്ടിയല്ലോ, സംശയമൊന്നുമില്ല. വെരി ഗുഡ്. ഇനി നമ്മൾ വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ നമ്മൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എഴുതിയില്ലേ, അതില് ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിനു മുമ്പ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കുക്കിംഗ് ചാനൽ, എന്താ ചാനലിനെ വിശേഷിപ്പിച്ചു, കുക്കിംഗ് ചാനൽ. മനസ്സിലായി? എന്ന് പറഞ്ഞ പോലെ സർപ്രൈസിങ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പഠിച്ചു. അതുപോലെ ഇവിടെയും പറയുന്നു, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ വരുന്ന വാചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സെന്റൻസ് പറയണം. ആ സെന്റൻസിൽ ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവൂ, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവൂ. അപ്പോ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞു, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ്. യെസ്, നേരത്തെ ആ പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയില്ലേ, അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടി എഴുതിക്കും, USD, യൂസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് USTD, യൂസ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും യൂസ്ഡ് തന്നെയാണ്. ഒരെണ്ണം കൂടി എഴുതിക്കോ, വാഷ്, WASH, വാഷ്, വാഷ്. അതിന്റെ പാസ്റ്റ് ടെൻസ് വാഷ്ഡ്, WASHD, വാഷ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും വാഷ്ഡ് തന്നെ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ വിഷയത്തോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മൂന്നാമത്തെ അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വെർബിന്റെ അടിയിൽ വന്നിരിക്കുന്ന വാക്ക് നമ്മൾ ഈ പറയുന്ന വാചകത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നത് എന്തായിട്ടായിരിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ടായിരിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു വാചകം പറയാം, അതൊന്നും എഴുതിക്കുക. The car is ready for READY, ready for sale, SALE, sale. Yes. Okay. ഇനി ആ വാചകം നോക്കിയേ. The car is ready for sale. കാർ വിൽപ്പനയ്ക്ക് റെഡിയാണ്. യെസ്, കറക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് പറയുന്നത് കാർ എന്നുള്ളത് ഒരു പേരാണ്, നൗണാണ്, അല്ലെ? അടുത്ത വാചകം ഞാൻ പറയുകയാണ്, എഴുതിക്കും. രണ്ടാമത്തെ വാചകം അതിന്റെ ഇടയിൽ എഴുതിക്കും. ഒരു മിനിറ്റ്. യെസ്, നോക്കിയേ രണ്ടാമത്തെ വാചകം നോക്കിയേ. ദ കാർ ഈസ് റെഡി ഫോർ സെയിൽ എന്നാണ്, അല്ലെ? രണ്ടാമത്തെ വാചകം എന്താണ്? ദ യൂസ്ഡ് കാർ ഈസ് റെഡി ഫോർ സെയിൽ. അപ്പൊ യൂസ്ഡ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ യൂസ്ഡ്? നമ്മൾ കുറച്ചു പേര് ഉപയോഗിച്ച കാർ വിൽപ്പനത്തിന് റെഡിയാണ്. അപ്പൊ ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അടിയിൽ വരുന്ന യൂസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഞാനിവിടെ ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്, കാറിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള കാറാണ്? പുതിയ കാറല്ല, യൂസ്ഡ് കാർ. ഇടിയില് യൂസ്ഡ് കാർ ഈസ് റെഡി. അപ്പൊ യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ്ഡ്. ആ യൂസ്ഡ് നമ്മൾ ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്, കാറിനെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
പിടികിട്ടിയല്ലോ? യെസ്, ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ഓരോ വാചകങ്ങൾ കണ്ടുപിടിക്കണം. ആ വാചകത്തില് ആ വെർബിന്റെ ഞാൻ എഴുതി തന്നത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. ഞാനതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഇഷ്ടംപോലെ പ്രസന്റൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ചു. യെസ്, അത് ഉപയോഗിക്കുമ്പോൾ അത് എന്തായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. തെറ്റിക്കോട്ടെ, ഞാൻ നിങ്ങൾ നോക്കിക്കോ. ഞാൻ അടുത്തൊരു വാചകം പറയാം, എഴുതിക്കോ. Clothes, CLOTHES, clothes are on the table, TABLE. Clothes are on the table. Yes, clothes are on the table. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മേശപ്പുറത്ത് തുണികളുണ്ട് അല്ലെ? Clothes are on the table. മേശപ്പുറത്ത് തുണികളുണ്ട്. രണ്ടാമത്തെ വാചകം ഞാൻ പറയണേ, ഇരിക്കും. Washed, WASHED, washed clothes, CLOTHES, clothes are on the table, are on the table. ഇത് നമ്മൾ അങ്ങനെ നോക്കി, ആ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇതിൽ ഒരു വേർഡ് വാഷ് ആയിരുന്നു. ആ വാഷ് എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? വാഷ്ഡ് ആണ് അല്ലെ? വാഷ്ഡ്. യെസ്, അപ്പൊ നമുക്ക് പറയാൻ പറ്റും വാഷ്ഡ് ക്ലോത്ത്സ്, അലക്കിയ തുണികൾ. കേട്ടാ? അപ്പൊ തുണി എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്താണ്? വാഷ്ഡ്. വാഷ്ഡ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വാഷ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? വാഷ്ഡ്. യെസ്, അപ്പൊ അവിടെയും നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളായി ഈ വേർഡ് എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ള? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യെസ്. ഇനി നമുക്ക് വേറെ ഉണ്ട് വേണമെങ്കിൽ പറയാം. അടുത്തത് ഐ സ്റ്റഡീഡ്, STUDIED, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. യെസ്, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അടുത്ത വാചകം നമുക്ക് പറയാം. രണ്ടാമത്തെ വാചകം എത്തിക്കോ. I studied spoken English. I studied spoken, SPOKEN, spoken English. I studied spoken English. അപ്പൊ അത് നോക്കിയേ, I studied spoken English. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്പീക്ക് പ്രസന്റൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. സ്പോക്ക് നേരത്തെ വിദ്യ പറഞ്ഞതാണ്. സ്പോക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് സ്പോക്കൺ. ആ സ്പോക്കൺ നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നൗണിന് പേരല്ല ഇംഗ്ലീഷ്, അതിനെ വിശേഷിപ്പിക്കണം. ഞാൻ എങ്ങനെയുള്ള ഇംഗ്ലീഷാണ് പഠിച്ചത്? സ്പോക്കൺ ഇംഗ്ലീഷ്, സംസാരിക്കുന്ന ഇംഗ്ലീഷില്ലേ, അതാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇംഗ്ലീഷിനെ വിശേഷിപ്പിക്കണം സ്പോക്കൺ ഇംഗ്ലീഷ്. യെസ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആലോചിക്കാം. തെറ്റിക്കോട്ടെ, ഡോണ്ട് വറി. തെറ്റണം, ശരി പറയരുത് അല്ലെ? നമ്മളിങ്ങനെ ശരിയിൽ നിന്നാണ്, തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് നമ്മൾ എത്തുന്നത്. തെറ്റിക്കോട്ടെ, നിങ്ങളുടെ ഐക്യം നിങ്ങൾ നോക്കൂ. സംഭവം ഇതാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അടിയിൽ വരുന്ന വാക്ക് ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാചകത്തിൽ അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ 3 യൂസ്ഡ് ഞാൻ ഉപയോഗിച്ചു, വാഷ്ഡ് ഉപയോഗിച്ചു, ഇനിയിപ്പോ ഞാൻ എന്ത് ഉപയോഗിച്ചു? സ്പോക്കൺ ഉപയോഗിച്ചു. ഇനിയും എനിക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്ക്, നിങ്ങൾക്ക് പറയാനുള്ള സ്റ്റോക്കിലൂടെ ഞാൻ കയറും. യെസ്, അപ്പോ നിങ്ങൾ റെഡി ആയിട്ടുള്ളവർ പറയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് ധൈര്യമായിട്ടുള്ളവര് പറയാം. യെസ് സർ, ഒന്ന് പറഞ്ഞാൽ മതിയോ? പറഞ്ഞോളൂ. I have completed the given task. Very good. I have completed the given task. Give present tense ആണ്. Past tense gave, past participle ആണ് given. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ജോലിയാണ്, നൽകിയ ജോലി. കണ്ട, ആ ജോലിയെ വിശേഷിപ്പിക്കുന്നു. വേറെ കുറെ ജോലികൾ അവിടെ ഉണ്ട്, പക്ഷെ അത് ഗിവൺ, കൊടുത്ത ജോലിയില്ലേ, തന്ന ജോലിയില്ലേ, തന്നതായ ജോലിയില്ലേ, ആ ജോലിയെ കംപ്ലീറ്റ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസി സെറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം പറഞ്ഞതിനും അതിനോടൊപ്പം തന്നെ നല്ല വാചകം പറഞ്ഞുതരും. ഓക്കെ, യെസ്, നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറയട്ടെ?
പറഞ്ഞോളൂ ഐഡിയ. There were some interesting ideas in the speech. അതിനകത്ത് ഏതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന വാക്ക്? Interesting. ing വരൂല. ing വന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. Okay. നമ്മൾ പറഞ്ഞു വന്നപ്പോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇൻട്രസ്റ്റഡ്, ഇൻട്രസ്റ്റഡ്, ഇൻട്രസ്റ്റഡ്. ing വരും. അത് എവിടെയാണ്? പ്രസന്റ് പാർട്ടി. അത് നമ്മൾ നിർത്തി. അത് നമ്മൾ കഴിഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇപ്പൊ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്. അപ്പൊ ഇൻട്രസ്റ്റ് എന്നുള്ള പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഇൻട്രസ്റ്റഡ് എന്നാണ്. INTERESTED. ആ വേർഡ് വന്നു. Sir, he wrote the letter and then mailed it. യെസ്. അതിനകത്ത് ഏതാണ് ഉദ്ദേശിച്ചത്? പാസ്റ്റ് റോട്ട് പാസ്റ്റ് ടെൻസ് അല്ലേ? റിട്ടൺ അല്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ? റിട്ടേൺ ആണോ സർ? റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ്. സോറി. യെസ്. അത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. ഇപ്പോ ആൻസി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെന്ന് വിചാരിക്കും. ആൻസിക്ക് പറയാം, ഐ ഗോട്ട് എ കംപ്ലൈന്റ്. എനിക്ക് ഒരു പരാതി കിട്ടി. ആൻസി പറയാം, ഐ ഗോട്ട് എ കംപ്ലൈന്റ്. എനിക്കൊരു പരാതി കിട്ടി. ഒറ്റ മിനിറ്റ് ഞാൻ വരുന്നു. ഒറ്റ മിനിറ്റ്. അപ്പോ ഐ ഗോട്ട് എ കംപ്ലൈന്റ്. ആ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ പേര് പരാതി, അതൊരു പേരല്ലേ? ഒരു സംഭവമല്ലേ? ഒരു പേരാണ് പരാതി കിട്ടി. ആ പരാതിക്ക് മുന്നിൽ നമുക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം, റിട്ടൺ. അപ്പൊ എന്ത് പറയാം? ഐ ഗോട്ട് എ റിട്ടൺ കംപ്ലൈന്റ്. എനിക്ക് ഒരു പരാതി, എഴുതിയ പരാതി കിട്ടി. പരാതി പല രീതിയിൽ കിട്ടാം. പരാതി ബൈ ഫോൺ വഴി പറയാം, നേരിട്ട് വന്ന് ഓറലായിട്ട് സംസാരത്തിലൂടെ പരാതി പറയാം. ഇത് അങ്ങനെയല്ല, എഴുതി പുറത്തേക്കുന്ന പരാതി, റിട്ടൺ കംപ്ലൈന്റ്. അല്ല, അത് അങ്ങനെ പറയാം. ഐ ഗോട്ട് എ റിട്ടൺ കംപ്ലൈന്റ്. ഓക്കെ നർമ്മിത, യു കണ്ടിന്യൂ. ഓക്കെ സർ പറയാം. അല്ലൂസേ, അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയാം. ഓട്ടെ, പറഞ്ഞോളൂ നർമ്മിത. He had eaten his lunch. യെസ്. അതിന്റെ അകത്ത് ഏതാണ് നർമ്മിത ഉദ്ദേശിച്ച പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത്? Eaten. ഈറ്റൻ. യെസ്. അത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ലഞ്ച്. എങ്ങനെ വരും അത്? അവൻ ഭക്ഷണം ഉച്ചക്ക് ലഞ്ച് കഴിച്ചു. അത് ഒരു പ്രവൃത്തിയാവുന്നുള്ളൂ. ലഞ്ചിന് വിശേഷിപ്പിക്കാൻ വേണ്ടിട്ട് വേറൊരു വാക്ക് ഉപയോഗിക്കണം. അത് നമ്മൾ പഠിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് വെറുപ്പായിട്ട് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്താണ് അത് വരുള്ളൂ. ഇപ്പൊ അല്ലൂസ് ഉപയോഗിച്ചതും അത് തന്നെയാണ്. അപ്പൊ സർ അത് സെന്റൻസ് കറക്റ്റ് അല്ലേ? സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അതെന്താ ഈ അഡ്ജക്റ്റീവ് ആയില്ല. സെന്റൻസും അല്ലൂസും പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് അഡ്ജക്റ്റീവ് ആയിട്ടല്ല. അഡ്ജക്റ്റീവ്. യെസ്, പറഞ്ഞ റസീന. The saved money is stolen. Yes, it's correct sentence. Very good, very good. Okay. Saved money is stolen. Money, പണം, അതൊരു പേരല്ലേ? ആ പേരിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി തൊട്ട് മുമ്പിൽ ഉപയോഗിച്ച ആഡ്ജക്റ്റീവ് നോക്കി, സേവ്ഡ്. SAVE, സേവ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സേവ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും സേവ്ഡ് തന്നെയാണ്. സേവ്ഡ് മണി, സമ്പാദിച്ചു വെച്ച പൈസ. കണ്ടാ, ഈ സ്റ്റോളൻ. അത് കണ്ടോളൂ. സേവ്ഡ് മണി ഈ സ്റ്റോളൻ. സമ്പാദിച്ചു വെച്ച പൈസ തട്ടുകൊണ്ട് പോയി. യെസ്, ഓക്കെ. സർ, അല്ലൂസ് പറഞ്ഞ സാർ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് തന്നെ വേറൊരു രീതി പറഞ്ഞോട്ടെ? ഐ ഹാവ് ഒറ്റ മിനിറ്റ്. ഞാൻ ഇവിടെ എഴുതി നോക്കിയതാണ്. She have just finished her homework. ഏതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ച വേർഡ്? സാറേ, ഫിനിഷ്ഡ് ആണ് മറ്റേ ഇത് വരുന്നേ. ഫിനിഷ്ഡ് അഡ്ജക്റ്റീവ് ആണ് സംബന്ധിച്ചു. He has just finished എന്ന് പറയുമ്പോ ആ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ സംഗതി എന്തിനെ വിശേഷിപ്പിക്കുന്നതാണ്? അത് ഹോംവർക്കിനെ. യെസ്. പക്ഷെ ആ സെന്റൻസ് അവിടെ അങ്ങനെ എഴുതുമ്പോൾ മിസ്റ്റേക്കുന്നത്. വേണമെങ്കിൽ വേറൊരു കാര്യം പറയാം.
ഫിനിഷ് ചെയ്ത ഹോംവർക്ക് ഞാൻ കണ്ടു. അപ്പൊ കറക്റ്റ് ആവും. അതൊന്ന് പറഞ്ഞേ. അതായത് ആൻസിയുടെ മകള് എഴുതി ഫിനിഷ് വെച്ചിരിക്കുന്ന ഹോംവർക്ക് ആൻസി കണ്ടു. അപ്പൊ ഞാൻ കണ്ടു എന്ന് ആദ്യം ആൻസി പറഞ്ഞു. ഐസിയോ അങ്ങനെയാണോ? ഐസോ, SAWSO, ഐസോ ഞാൻ കണ്ടു. എന്ത് എന്ത് കണ്ടു? ഫിനിഷ്ഡ് ഹോംവർക്ക്. അല്ല, ഫിനിഷ് ചെയ്ത ഹോംവർക്ക് ഓഫ് മൈ ഡോട്ടർ, എന്റെ മകളുടെ. ഇപ്പൊ കറക്റ്റ്. യെസ്, നേരത്തെ ആൻസി ഉപയോഗിച്ചപ്പോ അതൊരു വെർബായിട്ട് ഇപ്പൊ വിശേഷിപ്പിക്കുന്ന കറക്റ്റ് ആണ്. ഹോംവർക്ക് ഒന്നുകൂടി പറയോ സർ? പറയാം. ഹോംവർക്ക് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഹോംവർക്ക്? ഫിനിഷ് ചെയ്ത ഹോംവർക്ക്. യെസ്, ഐ സോ ഞാൻ കണ്ടു ഫിനിഷ്ഡ് ഹോംവർക്ക് ഓഫ് മൈ ഡോട്ടറോ സണ്ണോ, അത് ഇഷ്ടംപോലെ ചെയ്യാം. ഐ സോ, അപ്പൊ വെർബ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഏത്? സോ, കാണുക എന്നുള്ളത്. ആൻസി ആദ്യം പറഞ്ഞ സെന്റൻസിൽ വെർബായിട്ടാണ് എന്ത് വന്നത്? ഫിനിഷ്ഡ് വന്നത്. യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. യെസ്, വെർബ് നേരത്തെ അലോസ് പറഞ്ഞ, ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് മുഴുവൻ വായിച്ചില്ല. ആദ്യം പറഞ്ഞാലും ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചത് ഒരു വെർബായിട്ടായിരുന്നു. അതാണ് അതിന്റെ വന്ന മിസ്റ്റേക്ക്. ഓക്കെ. ഇനി നിങ്ങളുടെ ഭാവനകൾ ഉണരട്ടെ, പറഞ്ഞോളൂ. Sir, I developed a little flower plant. ഞാൻ പറയാം കേട്ടോ. ദ ബ്രോക്കൺ ഫ്ലവർ വേസ്. ഓക്കെ, കറക്റ്റ് ആണ്. ഫ്ലവർ വേസിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ബ്രോക്കൺ ഫ്ലവർ വേസ്. ഐഷ പറഞ്ഞോളൂ, ഒന്നുകൂടി പറഞ്ഞു. I developed a little flower plant. I developed a little flower plant. Yes. അപ്പൊ അവിടെ നോക്കിയേ, ഡെവലപ്ഡ് എന്ന് പറഞ്ഞ വേർഡാണ് ഐഷ ഇതിന്റെ അകത്ത് എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലേ? അല്ലേ? അതെ സർ. ഓക്കെ, പോലെ ഒരു മിനിറ്റ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഈ ഡെവലപ്ഡ് എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഇതിന്റെ അകത്തൊരു വെർബ് കാണിച്ചു തരാൻ പറ്റും. ഒരു ക്രിയ, ഈ പറഞ്ഞിരിക്കുന്ന വാചകത്തില് ഒരു ക്രിയ, ഡെവലപ്ഡ് എന്ന് പറഞ്ഞ വേർഡല്ല, അതൊരു ക്രിയ കാണിച്ചു തരാൻ പറ്റും. ഒരു വെർബ് കാണിച്ചില്ല, വേറൊരു വെർബ് കാണിച്ചു തരാൻ പറ്റും. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ, അത് വെർബല്ല. അത് ശരിയാവില്ല. വേറൊരു വെർബില്ല. അപ്പൊ എന്ത് പറ്റി? ഇതിനകത്ത് കളേർഡ് ഡെവലപ്ഡ് എന്നുള്ള വേർഡ് ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐഷ? അതൊരു വെർബായിട്ട് ഉപയോഗിച്ചു. യെസ്, അപ്പൊ നമുക്ക് മാറ്റാം. ഐഷ പറഞ്ഞ വാചകം എന്തായിരുന്നു? I developed a little flower plant. I developed a little flower plant. അപ്പൊ നമുക്ക് അതൊന്ന് മാറ്റി പിടിക്കാം. ഞാനൊരു ഡെവലപ്പ് ചെയ്ത ലിറ്റിൽ പ്ലാന്റ് കണ്ടു. ഐഷയുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോ, അതായത് സുധീർ വീട്ടിൽ പോയപ്പോ അവിടെ ഡെവലപ്പ് ചെയ്തൊരു ലിറ്റിൽ പ്ലാന്റ് കണ്ടു. അതൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ കണ്ടു ആദ്യം പറയാം. ഐ സോ. അപ്പൊ സോ എന്ന് പറഞ്ഞാൽ വെർബായി, വെർബോടെ വന്നു. ഇനി ബാക്കി പറയാം. ഐ സോ developed a little flower. കറക്റ്റ് ആയില്ലേ? പിടികിട്ടിയ ആ സെന്റൻസ് കറക്റ്റ്. പക്ഷെ ഇങ്ങനെ പറയണം. അപ്പൊ ഇവിടെ ഇനി ഞാനിപ്പോ പറഞ്ഞ വാചകത്തില് വെർബ് ഉണ്ട്. അതേതാണ്? സോ. നേരത്തെ ഐഷ പറഞ്ഞ വാചകത്തിൽ വെർബ് ഉണ്ടായില്ല. ആ വെർബിന്റെ സ്ഥാനത്ത് നിന്നിരുന്ന വേർഡ് ഈ ഡെവലപ്ഡ് വേർഡായിരുന്നു. അപ്പൊ കറക്റ്റ്. ഐ സോ, ഞാൻ കണ്ടു. എന്ത് കണ്ടു? ലിറ്റിൽ പ്ലാന്റ് കണ്ടു. എങ്ങനെയുള്ള ലിറ്റിൽ പ്ലാന്റ്? എന്റെ തൊട്ട് മുന്നിൽ വേർഡ് വന്നു ഡെവലപ്ഡ് ലിറ്റിൽ പ്ലാന്റ്. വളർത്തിയെടുത്ത ഒരു ചെറിയൊരു ചെടിയെ കണ്ടു. ഓക്കെ, ഞാൻ എല്ലാവരും അതനുസരിച്ച് എന്റെ കൂടെ പോകുന്നുണ്ടോ? യെസ്, നർമ്മിത എന്താ പറയാൻ പോയേ? ഒന്നില്ല സർ. Okay, and you say, I have completed the given task. Given character, കേട്ടോ. ഇത് തന്നെയാണ് നേരത്തെ ആൻസി പറഞ്ഞ വാചകം, കേട്ടോ. ആൻസി ഇത് ആദ്യം പറഞ്ഞില്ലേ? യെസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് ദ ഗിവൻ ടാസ്ക്. ശ്രുതി എം പി എന്താണ് പറഞ്ഞത്? യെസ് സർ, ഒന്ന് പറയട്ടെ സർ. പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞു. I found a lost book. ശരിയാണോ സർ? ശരിയാണ്. ഐ ഫൗണ്ട്, അതായത്
തന്നിരിക്കുന്ന വാചകത്തിന് ഒരു വെർബ് വേറെ ഉണ്ടാവും. ഫൈൻഡ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫൗണ്ട്. വെർബ് അവിടെ ഞാൻ കണ്ടു. എന്ത് കണ്ടു? നഷ്ടപ്പെട്ട ബുക്ക് കണ്ടു. ഐ സോ, ഐ ഫൗണ്ട് ദ ലോസ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ലോസ്റ്റ് കീ. കറക്റ്റ് ആണ്. വെരി ഗുഡ്. കറക്റ്റ്. ഞാൻ പറയട്ടെ, എല്ലാം തെറ്റാണ് പറയുന്നത്. ശ്രുതി ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. പറഞ്ഞോളൂ ആൻസർ. We ate a lot of roasted meat. Roasted. കറക്റ്റ് സെന്റൻസ്. റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വറക്കുക, റോസ്റ്റ് ചെയ്യാന്ന് പറയാറില്ലേ? അതിന്റെ പാസ്റ്റ് ആണ് റോസ്റ്റഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? റോസ്റ്റഡ് ചെയ്തത്. റോസ്റ്റഡ് മീറ്റ്, റോസ്റ്റ് ചെയ്ത മീറ്റ് കഴിച്ചു. കണ്ട, ആ മീറ്റ് ഇറച്ചി, അത് പേരല്ലേ? അതിനെ വിശേഷിപ്പിക്കണേ എങ്ങനെയുള്ള ഇറച്ചിയാണ്? റോസ്റ്റ് ചെയ്ത ഇറച്ചി. യെസ്. സുധി പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സുധി പറഞ്ഞ വാചകം എന്താണെന്ന് പറഞ്ഞ്. സുധി. The students were tired. The students were tired, അല്ലേ? Tired. ഓക്കെ. ഇത് സെന്റൻസ്, ഇത് കറക്റ്റ് ആണ്. ഈ the students were tired എന്ന് പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്. വിദ്യാർത്ഥികൾ ക്ഷീണിതരാണ്. യെസ്, അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് അഡ്ജക്റ്റീവ് ആയിട്ട് സുധി ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ടയേർഡ് എന്നുള്ളതല്ലേ? അല്ലേ? ടയേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടയേർഡ് കറക്റ്റ് ആണ്. ആ ക്ഷീണിതത എന്ന് പറയുന്നത് ആരെ വിശേഷിപ്പിക്കുന്നത്? സ്റ്റുഡന്റിനെ. സ്റ്റുഡൻസ് വേർ ടയേർഡ് അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ടയേർഡ് എന്ന് പറയുന്ന വേർഡ് കൂടാതെ ഇതിന്റെ അകത്ത് വേറൊരു വെർബിനെ കാണിച്ചു തരാം. വേർ ടയേർഡ് ഒരുമിച്ച് പോണ വേർഡാണ്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വരും. എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് അറിയാമോ? ക്ഷീണിതരായ വിദ്യാർത്ഥികളാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ കറക്റ്റ്. ആ സ്റ്റുഡൻസ് വേർ ടയേർഡ് എന്നുള്ളത് ആ സ്റ്റുഡൻസ് എടുത്ത് ആ ടയേർഡിന്റെ അപ്പുറത്ത് ചേർക്കുക. ടയേർഡ് സ്റ്റുഡൻസ് അതിന്റെ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും ചേർക്കുക. അത് നോക്കിയേ, അപ്പൊ കറക്റ്റ്. ആ ടയേർഡ് സ്റ്റുഡൻസ് എന്നാക്കാം. എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ വേറെ എന്തെങ്കിലും ചേർക്കുമ്പോ കറക്റ്റ്. വേണമെങ്കിൽ പറയാം, ഞാൻ ടയേർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടു, അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികള്. ഓക്കെ അല്ലോ സാർ, ഇത് കറക്റ്റ്. ഐ വാസ് ഭയങ്കര എക്കോ, ഒന്ന് ക്ലിയർ ആയില്ല. അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റ നോട്ടത്തിലാണ് നോക്കിയത്. ഓക്കെ, ഞാൻ വരാത്. അപ്പൊ ഇവിടെ എനിക്കാണെന്ന് വിശ്വസിക്കുന്നു. സുധി, അലൂസിന്റെ പറഞ്ഞോളൂ. I was bored during the long drive. ഐ വാസ് ബോർഡ്, നമുക്ക് അത്രയും മതി. ഇതിന്റെ അകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? Bored. യെസ്. ആ ബോർഡ് എന്നുള്ള വേർഡ് വിശേഷിപ്പിക്കുന്നത് ഏതിനാണ്? ഈ സെന്റൻസ് കറക്റ്റാണ്. ഇത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നിയമം എൻ്റെ അകത്ത് വന്നില്ല. ഏത്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ റോൾ അതിൻ്റെ അകത്ത് വന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതേ സെന്റൻസ് വേറെ രീതി പറയാം. ഞാൻ ബോറടിക്കുന്ന ഡ്രൈവിംഗ് വെറുക്കുന്നു അതെന്ന് പറഞ്ഞ അപ്പൊ കറക്റ്റ്. ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ് ബോർഡ് ഡ്രൈവിംഗ്. വെറുപ്പിക്കുന്ന ആ ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന ഡ്രൈവിംഗ്, അത് ഞാൻ വെറുക്കുന്നു. കണ്ടോ? ഇപ്പൊ കറക്റ്റ്. അപ്പൊ ബോർഡ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇത് വേണം, നൗൺ വേണം. അതാണ് എന്റെ തോന്നുന്ന മിസ്റ്റേക്ക്. ഓക്കെ, ഇനി എനിബഡി അടുത്ത ഡൗട്ട്? സർ, ബ്രോക്കൺ എന്ന് വരുമ്പോ കറക്റ്റ് ആകുമോ? ബ്രോക്കൺ കറക്റ്റ് ആണ്. അപ്പൊ ശ്രുതി ഓൾവേസ് വെയർസ് എ ബ്രോക്കൺ ഹെയർ ബാൻഡ്. കറക്റ്റ് ആണ്. ഹെയർ ബാൻഡിനെ വിശേഷിപ്പിക്കാൻ എങ്ങനെയുള്ളത്? പൊട്ടിയ ഹെയർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്.
കറക്റ്റ് ആണ്. നർമ്മിത പറഞ്ഞോളൂ. സർ ശരിയാണെന്നറിയില്ല. ഞാൻ അല്ലേ നർമ്മിത, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ഷീ വോർ എ വാഷ്ഡ് ഡ്രസ്. യെസ്, കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഡ്രസ്സിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ളത്? വാഷ് ചെയ്ത ഡ്രസ്. കറക്റ്റ് ആണ്. യെസ് സർ, എന്റെ തെറ്റോ? നല്ലൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ, നിങ്ങൾ ഇതിനെ പേടിക്കണേ. ഐ കൺഫ്യൂസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. യെസ്, അത് സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച ഈ പറഞ്ഞ നിയമം അത് വന്നില്ല മോളെ. ഒന്നുകൂടി പറഞ്ഞാൽ വാചകം. ഐ കൺഫ്യൂസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഐ കൺഫ്യൂസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കൺഫ്യൂസ്ഡ് എന്നുള്ള വാക്കാണ് വന്നത്. കൺഫ്യൂസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതിന്റെ മുമ്പില് ഒരു വാക്കുകൂടി വേറെ ചേർന്നു. കൺഫ്യൂസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ മുന്നിൽ വേറെ സംഗതി ചേർത്തിട്ട് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഐ ആം ആണോ സർ? വേണ്ട, എനിക്ക് തോന്നി. ഐ ഫെൽറ്റ്. ഐ ഫെൽറ്റ് ഇംഗ്ലീഷ് ഈസ് എ കൺഫ്യൂസ്ഡ് ലാംഗ്വേജ്. എനിക്ക് തോന്നി, എന്ത് തോന്നി? ഇംഗ്ലീഷ് ഒരു കൺഫ്യൂസ്ഡ് ലാംഗ്വേജ് ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ലാംഗ്വേജ്, ഭാഷ, അത് പേരല്ലേ, അതിനെ വിശേഷിപ്പിക്കുന്നതാണ് കൺഫ്യൂസ് ആയ ഭാഷ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയമായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നാളത്തെ ക്ലാസ്സിൽ വരുന്ന ഇതിന്റെ ബാക്കി നമുക്ക് പറയാം. അപ്പൊ എല്ലാവരും ഒരു 5 വാചകം വെച്ച് നോക്കി വെച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ചെയ്യണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന ഒരു 5 വേർഡ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ച് പറയാൻ വെച്ച് നോക്കി വെച്ചു കേട്ടോ. 5 sentences. ഞാൻ അത് എഴുതിയിട്ടേക്കാം, ഞാൻ പറഞ്ഞു 5 sentences. ഓക്കെ, ആൻസർ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്നെ എഴുതിപ്പിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുകയും ചെയ്യും. യെസ്, സൈൻ ഔട്ട് ആരാണ്? Good morning, sir, and my dear students. Today's section was really informative and easy to understand. I sincerely thank our sir for explaining everything so clearly. Thank you to all my classmates for participate so actively. I appreciate everyone for making today's class meaningful. Thank you, sir, and thank you, students. Okay. Thank you, sir. നല്ല ഇംഗ്ലീഷ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു Thank സർ. you, sir. Okay, welcome to all.